गिरिवरदारी यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यमुनतीरावनचारि यमुनतीरावनचारि हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे ऊमज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकाय चक्षुमिलितं येन तस्मै श्रीगुरुवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयंरूपकदामह्यं ददाति सुभान्तिकम् ॐ नमो भगवते वासुदेवाय नमः नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवदुत्तमश्लोके भक्तिमेष्टिकी मूकं करोति वाचालं भङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे परमानन्दम् ॐ नमो भगवते वासुदेवाय नमः ॐ नमो भगवते वासुदेवाय हरे कृष्ण हरि बोल എല്ലാ വൈഷ്ണവർക്കും നമസ്കാരം. അതായത് നമ്മുടെ ഭാഗവതത്തിന്റെ തുടങ്ങുന്ന അതിനോട് ഞാനാണ് വായിക്കാൻ പോവുകയാണ്. ഹരേ കൃഷ്ണ. ഭാഗവതം 166 അല്ലേ? നമോ ഭഗവതേ വാസുദേവായ നമഃ. ഭഗവതേ വാസുദേവായ നമഃ. അതായത് എനിക്കിന്ന് വായിക്കേണ്ടത് പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് മുതൽ നിസാര ഉറുവ് തൊട്ടാണ്. അതിന് മുൻപ് ഭാഗവതം, അതായത് ഭാഗവതം എല്ലാവരും നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഭാഗവതത്തെ പറ്റി, ഭാഗവത് മഹാത്മ്യത്തെ പറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്നാലും ഞാനിരിക്കുമ്പോ ഒന്ന് പറയണമല്ലോ എന്റേതായിട്ട്. അതായത് ഭാഗവതം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുരാണമാണ്. അതിന് ഭാഗവത്തിലെ അവസാനത്തെ ശ്ലോകങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗംഗ എല്ലാ നദികളുടെയും ശ്രേഷ്ഠമായ മഹാനദിയാണ് ഗംഗ. അതുപോലെ എല്ലാ മൂർത്തികളിലും വെച്ച് ഭഗവാനാണ് ഏറ്റവും വലിയ മൂർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈഷ്ണവരിൽ മഹാശംഭു, പ്രധാനം വൈഷ്ണവ മഹാശംഭു. അതുപോലെയാണ് ഭാഗവതം. ഏറ്റവും ശ്രേഷ്ഠമായ പുരാണമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും ഭാഗ്യമുള്ളവരാണ്, നമുക്ക് എല്ലാം അറിയാം. അതുപോലെ തന്നെ കാശി, അതായത് എല്ലാ പുണ്യസ്ഥലങ്ങളിലും വെച്ച് കാശി നഗരമാണ് ഏറ്റവും വലുത്. അതിലും അതുപോലെയാണ് മഹാപുരാണം ഏറ്റവും വലുതാണെന്ന് പറയുന്നത്. അതായത് പുരാണങ്ങളിൽ പറയുന്നത് ശ്രീമദ് ഭാഗവതം കളങ്കരഹിതമാണ്. അത് വൈഷ്ണവർക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ്. ശ്രീമദ് ഭാഗവതം പ്രകൃതി ഗുണങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തമായതിനാൽ അതിന് അനിതര സാധാരണമായ സൗന്ദര്യമുണ്ടെന്ന് പറയും ഭാഗവതം. അപ്പൊ അത്രയും ഒരു വലിയ മഹാഗ്രന്ഥം എടുക്കാനും വായിക്കാനും ഒക്കെ നമുക്ക് കിട്ടിയ ഭാഗ്യം, ഗുരുകൃപ, ഇതെല്ലാം ഞാനപ്പോ വായിക്കാൻ തുടങ്ങി. ശ്ലോകം പറയാനോ കേൾക്കുന്നില്ലേ? എല്ലാം സ്ലോയാണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. യന്മാദ്യസ്യ യതോന്വയാതിരരാധാപേക്ഷോഭിജ്ഞാസുര തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യസൂരയ തേജോ വാരീമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃക്ഷ ദാംനാ സദാ നിരസ്തതുകം സത്യം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി.
ഹരേ കൃഷ്ണ. ഹരിബോൾ. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് മുതൽ നിസ്സാര ഉറുമ്പ് വരെയുള്ള സർവ ബന്ധാത്മാക്കളും സൃഷ്ടികർമ്മം നിർവഹിക്കുന്നുവെങ്കിലും അവരാരും തന്നെ പരമപുരുഷനായ ഭഗവാനിൽ നിന്നും ഭിന്നരല്ല. ആത്മാവ്, അതായത് സ്വന്തം വ്യക്തിത്വം അല്ലാതെ ഒഴികെ യാതൊരു സൃഷ്ടാവുമില്ലെന്ന് ഭൗതികവാദികൾ അബദ്ധമായി ചിന്തിക്കുന്നു. മായയെന്നോ മിഥ്യയെന്നോ ഒക്കെ ഇതിനെ സംബോധന ചെയ്യാം. അല്പജ്ഞാനിയാകയാൽ തന്റെ അപൂർണ ഇന്ദ്രിയങ്ങളുടെ വ്യാപ്തിക്ക് അതീതമായി വീക്ഷിക്കുവാൻ ഭൗതികവാദിക്ക് കഴിയുന്നില്ല. ആകയാൽ പരമപ്രജ്ഞയുടെ സഹായമില്ലാതെയാണ് ദ്രവ്യം അതിന്റെ ആകൃതി പ്രാപിച്ചതെന്ന് ഭൗതികവാദി തെറ്റായി ചിന്തിക്കുന്നു. ഈ ശ്ലോകത്തിൽ വ്യാസദേവൻ ഈ ചിന്താഗതിയെ ഇപ്രകാരം ഖണ്ഡിക്കുന്നു. സർവ്വതിന്റെയും പ്രഭവ കേന്ദ്രം നിരപേക്ഷ സത്യമാകയാൽ ഏതൊന്നും നിരപേക്ഷ സത്യ സ്വരൂപത്തിൽ നിന്നും ഭിന്നമല്ല. ശരീരത്തിന് എന്ത് തന്നെ സംഭവിച്ചാലും ശരീരി തൽക്ഷണം അതറിയുന്നു. മുഴുവൻ സൃഷ്ടിക്കും നിരപേക്ഷ സത്യത്തിന്റെ ശരീരമാകയാൽ പ്രത്യക്ഷവും പരോക്ഷവുമായി സംഭവിക്കുന്നതൊക്കെയും നിരപേക്ഷ സത്യം അറിയുന്നു. ഞാൻ ഈ ഒരു ഖണ്ഡിക വായിച്ചിട്ട് എനിക്ക്, അതായത് ഒരുപാട് എടുത്തിട്ട് ഇങ്ങനെ പറയാൻ നിന്നാൽ ചിലപ്പോൾ സാധിക്കില്ല. അതായത് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ നിസ്സാര എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അതിനെപ്പറ്റി അറിയാമല്ലോ. ഉറുമ്പ് മുതൽ നിസ്സാര ജീവികൾ എന്ന് പറഞ്ഞാല് യസ്തിന്ദ്രകൂപ മതാവേന്ദ്ര മഗോസ്വകർമാ ബന്ധാനുരൂപ ഫലഭാജനമാതനോതി കർമാണി നിർദഹതി കിന്ദൂജ ഭക്തിഭാജ ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. ആ ശ്ലോകം അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ പറയുന്നതാണ്. അതായത് യസ്തിന്ദ്ര ഗോപമതേന്ദ്ര, അതായത് ഇന്ദ്രൻ തൊട്ടൊരു ചെറിയ ഉറുമ്പ് പോലും, ഒരു ചെറിയ കീടം പോലും കർമ്മഫലങ്ങൾക്കുടമയാണ്, ഭഗവാന്റെ കയ്യിലൂടെ നടക്കുന്നതാണ്. അപ്പം ആരും സ്വതന്ത്രരല്ല. നമ്മുടെ പ്രഭുപാദം എപ്പോഴും പറയുന്ന, പ്രഭുപാദിന്റെ ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രഭുപാദ് പറയും, നമ്മൾ ആരും സ്വതന്ത്രരല്ല എന്ന് പറയും. നമ്മളെല്ലാം വിചാരിക്കും നമ്മൾ സ്വതന്ത്രരാണ്, നമുക്ക് എന്തും ചെയ്യാം. പ്രഭുപാദ് പറയുന്നുണ്ട്, സ്വതന്ത്രരല്ല എന്ന് പറയുന്നത് സിവിലാകുമ്പോൾ സിവിലായും ക്രിമിനലാകുമ്പോൾ ക്രിമിനലായും നമ്മൾ ഭരിക്കപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, സിവിലാവും നമ്മൾ ഇപ്പൊ ഭരണഘടനാ വ്യവസ്ഥകൾ നമ്മളൊരു നാട്ടിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ ഭരണഘടനാ വ്യവസ്ഥകളുണ്ട്, അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതുപോലെയാണ് ഓരോ ജീവികളും. ഇതിപ്പോ നമ്മൾ ഇവിടെ ഭൂമിയിൽ, ഈ ഗ്രഹത്തിൽ, ഭൂമി എന്ന ഗ്രഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭൂമി മനുഷ്യനുണ്ടാക്കി വെച്ചേക്കുന്ന വ്യവസ്ഥകളെ അനുസരിക്കണം. ഇതിനപ്പുറം ഒരു പ്രകൃതി നിയമങ്ങളുണ്ട്. ആ പ്രകൃതി നിയമങ്ങളെയാണ് നമ്മൾ കൂടുതലും ആശ്രയിക്കേണ്ടത്. അത് ഇതിനകത്ത് പറയുന്നത് നിസ്സാര ഓർമ്മ വരെയല്ല, യാതൊരു സൃഷ്ടാവും ഇല്ലെന്ന് ഭൗതികവാദികൾ അബദ്ധമായി ചിന്തിക്കുന്നു എന്ന് പറയുന്നു. ഭൗതികവാദികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈശ്വരനില്ല എന്നും, ഇതിനൊരു ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിന്, അതായത് നമ്മളൊരു വീട് നോക്കിയാല് ആ വീട്ടിനകത്ത് ആ വീട് നിയന്ത്രിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഒരാൾ വേണം. അതുപോലെ ഒരു സ്റ്റേറ്റിന് ഒരു ഭരണകർത്താവുണ്ട്, പിന്നെ ഒരു രാജ്യത്തിന്. അപ്പൊ ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കാൻ ഒരാളില്ല, ഒരു നിയന്ത്രകനില്ലെന്ന് ഭൗതികവാദികൾ പറയും. അത് പറയുന്നുണ്ട്. ഈ പ്രകൃതി ആരും പറയും, എത്ര ഭൗതികവാദികളും പ്രകൃതിയുണ്ട്. അപ്പൊ പ്രാവശ്യം ഒരു ഇതിൽ ഞാൻ വായിച്ച് പറഞ്ഞിരിക്കുന്നു, പ്രകൃതി ആരുടെ പ്രകൃതി? അത് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. ആരുടെ പ്രകൃതി? ഇത്രയും ഒരു വലിയ ഗ്രഹത്തെ നിയന്ത്രിക്കാൻ ഒരു നിയന്ത്രകൻ ഇല്ലെന്ന് പറയുന്നവരോട് ഉള്ള ഇതാണ്. അത് കുറെ കാര്യങ്ങൾ. അത് ആരുടെ പ്രകൃതി എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അല്പജ്ഞാനികൾ എന്ന് പറയും, നമ്മളെപ്പോഴും അല്പജ്ഞാനികൾ എന്ന് പറയുന്നത്, അതായത് പൂർണ്ണമല്ല, അപൂർണമാണ്. ഭൂമിയിലെ നമ്മുടെ ഈ ഗ്രഹത്തിൽ നമ്മൾ ഓരോ ഗ്രഹങ്ങളിലും ജീവിക്കുന്ന എല്ലാം അപൂർണമല്ല, അപൂർണമാണെന്ന് പറയാം. അതായത് ഭഗവത്ഗീത ഉപദേശിക്കുമ്പോ അർജുനനോട് ഭഗവാൻ ചോദിക്കും, ഭഗവാനെ നിന്റെ ഈ രൂപം എനിക്കൊന്ന് കാണാമോ എന്ന് ചോദിക്കാം. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, അർജുന, നിന്റെ ഈ പ്രാകൃതമായ നയനങ്ങൾ കൊണ്ട് നിനക്ക് കാണാൻ ഒക്കില്ല, ഞാൻ നിനക്ക് ദിവ്യ ചക്ഷുസുക്കൾ നൽകാന്ന് പറയും. അപ്പൊ നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ നോട്ടം ഏതുവരെ നമ്മുടെ നോട്ടം എത്തും? നമ്മുടെ കണ്ണുകൾക്ക് ഉള്ള കപ്പാസിറ്റി എത്രയാണ്, നമ്മുടെ ബുദ്ധിക്കുള്ള കപ്പാസിറ്റി എത്രയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനപ്പുറം ഭഗവാന്റെ ശക്തിക്ക് മുൻപിൽ നമ്മൾ ആരും ഒന്നും അല്ല എന്നൊക്കെ പറയുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. അതായത് ഇപ്പൊ നമ്മൾ വല്ലതും പറയുമ്പോൾ ഭൗതികവാദികൾ പറയും, ഇതിനിടയ്ക്ക് നമ്മൾ ചന്ദ്രയാനിൽ പോയ എന്തോ
അദ്ദേഹത്തിന്റെ പേരെന്താ പറയല്ലേ, ചന്ദ്രനിലെ ചെയർമാൻ സാർ, അദ്ദേഹം ഇങ്ങനെ ഏതോ അമ്പലത്തിൽ പോയപ്പോ ഭൗതികവാദികൾ പറയുന്നത് കേട്ടു, ഇത്രയും മനുഷ്യൻ പുരോഗമിച്ച് ചന്ദ്രനിൽ വരെ ഇറങ്ങിയിട്ട് ഇപ്പോഴും ദൈവത്തിന്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ഇതിലോ ഒന്ന് വായിച്ചു. അപ്പോ ആ ദൈവത്തിന്റെ അടുത്ത് പോകുന്നു എന്ന് പറയുന്നത് മനുഷ്യൻ എത്ര അന്ധകാരത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ചന്ദ്രനിലൊക്കെ പോയെന്ന് പറഞ്ഞത് ഡിവോട്ടീസ് വിശ്വസിക്കുമോന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പ്രഭുപാദർ പറയുന്നുണ്ട്, ഓരോ ശാസ്ത്രജ്ഞനും ഓരോ ഗ്രഹങ്ങൾ അവരുടെ തട്ടിപ്പിച്ചാലേ, അതായത് ചന്ദ്രനിൽ ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് ഒരു ശരീരവും കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ആണ് നമുക്കറിയാവുന്നത്. അതായത് അഗ്നിയിൽ പോലും ജീവജാലങ്ങളുണ്ട്. ആ അഗ്നിയിൽ പ്രവേശിക്കണമെങ്കിൽ ആ ശരീരം നമ്മൾ സ്വീകരിക്കണം, അല്ലാതെ ഈ ശരീരം കൊണ്ട് അഗ്നിയിൽ പോകാൻ ഒക്കില്ല. അതുപോലെയാണ് ഇപ്പൊ സൂര്യദേവന്റെ അടുത്ത ഇതിൽ പറയാം, അതുപോലെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ശരീരം വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. പോട്ടെ, അത് നമ്മള് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതായത് ഭൗതികവാദികളെ പറ്റി പറയുന്ന ഒരു കാര്യം, ഭൗതികവാദികളെ ഈശ്വര വിശ്വാസികൾ, ഇങ്ങനെ രണ്ട് കൂട്ടരാണുള്ളത്. അതിൽ ഈശ്വര വിശ്വാസികളെ ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാൻ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 4 കൂട്ടരാണ് ഈശ്വര വിശ്വാസികളിൽ 4 കൂട്ടരും, ഭൗതികവാദികളിൽ 4 കൂട്ടരുണ്ട്. ഞാൻ പറയാം. ഈശ്വര വിശ്വാസികൾ എന്ന് പറയുന്നതില് 4 കൂട്ടർ ഭഗവാൻ പറയുന്നുണ്ട്. ദുഃഖിതൻ, അർത്ഥാർത്ഥി, ജ്ഞാനി, ജിജ്ഞാസു. ഈ 4 കൂട്ടരാണ് എന്നെ ആശ്രയിക്കുന്നത്. ഇവർ 4 കൂട്ടരും ഭക്തരെന്ന് പറയാനല്ല, ശരിയായ ശുദ്ധ ഭക്തരല്ല. അവർ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ സമീപിക്കുകയാണ്, ഞാൻ അവരെ സ്വീകരിക്കും. അതായത് അവരെ സുഹൃതികൾ എന്നാണ് അതിൽ പറയുന്നത് ഭഗവാൻ, സുഹൃതികൾ. ഇനി ഭൗതികവാദികളെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഭൗതികവാദികളെ പറയുന്നത് കുറച്ച് നിരീശ്വരവാദി ഭൗതികവാദികളെ പറയുന്നത് 4 പേരും ഭഗവാനിൽ വിശ്വാസം. അതായത് ഒന്ന് ഈശ്വര വിശ്വാസികളെ 4ആയി തിരിച്ചതുപോലെ ഭൗതികവാദികളെ 4ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മുഴുത്ത ഭൗതികവാദി, ദുർമാർഗിയായ പാപി, വിഡ്ഢികൾ. ഭൗതിക പണ്ഡിതന്മാരാണെങ്കിലും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ. ഈ 4 പേരും ഭഗവാനിൽ വിശ്വാസമുള്ളവരല്ല. പണ്ഡിതന്മാരായാലും അവരെ അതായത് ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാല്, ഏറ്റവും ഒരു വലിയ പണ്ഡിതൻ എന്ന് പറയുന്നത് ഭഗവാനെ അറിയുന്ന ആളെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരാളെ പണ്ഡിതൻ എന്ന് പറഞ്ഞാല് അത് ഞാൻ പ്രഭുപാദിന്റെ ബുക്കിൽ തന്നെ വായിച്ചിട്ടുണ്ട്, ശവശരീരത്തെ അലങ്കരിക്കുന്നതിന് സമമാണ്. പിന്നെ ഈ നിരീശ്വരവാദികളെ പറ്റി പറയുന്നത്, നിരീശ്വരവാദികൾ മുൻ ജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്തു കൂട്ടിയ പാപഫലമായി അവർക്ക് കിട്ടിയ ഒരു ശരീരം എന്നാ പറയുന്നത് നിരീശ്വരവാദികളെയും ഭൗതികവാദികളെയും പറയുന്നു. അപ്പൊ 4 പേരെ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ ഓരോരുത്തർക്കും ഓരോ, അതായത് ഈശ്വര സൃഷ്ടി, നമ്മളെ ഭഗവാന്റെ വിരാട രൂപം കാണുമ്പോൾ നമ്മൾ വിചാരിക്കണം, മനസ്സിലാക്കണം, ഇവിടെ ഭരണഘടനാ വ്യവസ്ഥകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നില്ലോ. നമുക്ക് മനുഷ്യരുടേതായ അപൂർണമായ ബുദ്ധിയാൽ നിയമിച്ചുണ്ടാക്കി വെച്ചേക്കുന്ന ഭരണഘടനാ വ്യവസ്ഥകൾ നമുക്ക് നോക്കിയാൽ അറിയാം. അത് എന്ത് സത്യമാണെന്നുള്ളതെന്ന് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഭക്തന് അത് മനസ്സിലാകും. എത്രയോ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, എത്രയോ അപരാധികൾ രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ അത് തന്നെ മനസ്സിലായിക്കൂടെ? അപൂർണമാണ്, മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം അപൂർണമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആദ്യത്തെ പാരഗ്രാഫില് ഇരുവൻഷമായ പ്രത്യക്ഷവും പരോക്ഷമായ സർവ്വതിന്റെയും രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കുകയാണ്. സർവ്വതിന്റെയും പരമസ്രോതസ് നിരപേക്ഷ സത്യമാണെന്ന് ശ്രുതി മന്ത്രത്തിലും പ്രസ്താവിച്ചിരിക്കുന്നു. സർവ്വതും ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നു, സർവ്വതും ഭഗവാനാൽ സംരക്ഷിക്കപ്പെടുന്നു. അന്തിമത്തിൽ സർവ്വതും വിലയം പ്രാപിക്കുന്നത് ഭഗവാനിലാണ്. പ്രകൃതി നിയമമാണെന്ന് സ്മൃതി മന്ത്രത്തിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ബ്രഹ്മവർഷാരംഭത്തിൽ സർവ്വതും ഉത്ഭവിക്കുന്ന സ്രോതസ്സും സർവ്വതും പരമമായി സന്നിവേശിക്കുന്നതുമായ സംഭരണി നിരപേക്ഷ സത്യം അഥവാ ബ്രഹ്മൻ അഥവാ പരിപൂർണ സത്യമാകുന്നു. ഗ്രഹസമൂഹങ്ങളുടെ പരമ കേന്ദ്രം സൂര്യനാണെന്ന് ഭൗതികവാദികൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും സൂര്യന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് വിശദമാക്കാൻ അവർക്ക് കഴിവില്ലാത്തവരായി തീരുന്നു. ഈ ഗ്രന്ഥത്തിൽ പരമകേന്ദ്രത്തെ അഥവാ പരമസ്രോതസ്സിനെ വിശദമാക്കിയിരിക്കുന്നു. വേദസാഹിത്യം അനുസരിച്ച് പരമസൃഷ്ടാവായ ബ്രഹ്മദേവനെ
സൂര്യനോട് ഉപമിക്കാം. പരമദിവോത്തമ പുരുഷൻ ബ്രഹ്മദേവന് വേദവിജ്ഞാനം പ്രദാനം ചെയ്തതെന്ന് ഈ ശ്ലോകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. നമ്മളപ്പോ ഈശ്വരവിശ്വാസികളെ പറ്റി പറഞ്ഞു, അടുത്തത് അല്ലെ ഭൗതികവാദികളെ പറ്റി പറഞ്ഞു, അടുത്ത ഭഗവാന്റെ ശക്തിയെ പറ്റി പറയുന്നു. നിരപേക്ഷ ശ്രുതി മന്ത്രത്തിലും പ്രസ്താവിച്ചിരിക്കുന്നു. നമ്മൾ ഒരിക്കലും ഭൗതികവാദികളുമായിട്ട് കൂട്ടുകൂടാത്തതെന്ന് നമ്മുടെ ചൈതന്യ മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു അല്ലെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും നമുക്കറിയാം. എപ്പോഴെങ്കിലും അതായത് ചൈതന്യ മഹാപ്രഭുവിനോട് ഒരിക്കൽ ഒരു ഗൃഹസ്ഥ ഭക്തന്മാരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരു വൈഷ്ണവന്റെ ശരിയായ ലക്ഷണം എന്താണെന്ന്. അപ്പോ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഒരിക്കലും അവൈഷ്ണവരുമായിട്ടുള്ള കൂട്ടുകെട്ട് കൂടരുത്. അതാണ് ഒരു യഥാർത്ഥ വൈഷ്ണവന്റെ ലക്ഷണം എന്ന് പറയും. ഹരേ കൃഷ്ണ, ക്ഷമിക്കണം, എനിക്ക് ഓർമ്മ പുസ്തകം നന്നായിട്ടുണ്ട്, എന്റെ പ്രായത്തെ മാനിക്കൂല്ലേ. അതായത് ഒരു വൈഷ്ണവനല്ലാത്തവരുമായിട്ട് കൂട്ടുകെട്ട് കൂടരുതെന്ന് പറയുന്നതിന് ഒരു ശ്ലോകം നമ്മുടെ കുലശേഖര മഹാരാജാവ് ചൊല്ലുന്നുണ്ട്. കുലശേഖര മഹാരാജാവ് ചെല്ലുന്നുണ്ടെന്ന് വെച്ചാൽ ആ ശ്ലോകം ഞാൻ പറയാൻ നല്ല ശ്ലോകമാണ്. അത് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിലും ഞാൻ എന്റെ കഴിവിൽ വെച്ച് പറയാം. മാദ്രാക്ഷം ക്ഷീണ പുണ്യാൻ ക്ഷണമപി ഭവതോ ഭക്തിഹീനാൻ പദാംജേ മാശ്രൗഷം ശ്രാവ്യബന്ധം തവ ചരിതം അപാസ്യാന്യാത് ആഖ്യാനജാതം മാ സ്മർഷം മാധവത്വം അഭി ഭുവനപദേ ചേതസാപ്നുവാനാൻ മാ ഭുവം തോ സബര്യ വ്യതികരരഹിതോ ജന്മജന്മാന്തരേച. അതിന്റെ അർത്ഥം കൂടെ പറയാം. അല്ലയോ മാധവ, ഏതൊരു പുണ്യക്ഷയത്താലും അങ്ങയുടെ പാദകമലങ്ങളിൽ ഭക്തിയില്ലാത്തവരെ ക്ഷണനേരം പോലും നോക്കാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ ദിവ്യങ്ങളായ ലീലവർണ്ണകൾ കേൾക്കുന്നതിൽ നിന്നും വ്യതിചലിച്ച് മറ്റു വിഷയങ്ങളിൽ താല്പര്യമുള്ളവനാകാൻ ദയവായി എന്നെ അനുവദിക്കരുത്. ഹേ ഭുവനപദേ, ദയവായി അങ്ങയെക്കുറിച്ച് ചിന്തിക്കാത്തവരെ ശ്രദ്ധിക്കേണ്ടി വരാതിരിക്കാൻ എന്നെ അനുവദിച്ചാലും ജന്മങ്ങൾ തോറും താഴ്ന്ന രീതിയിലെങ്കിലും അങ്ങയെ സേവിക്കാൻ അനുവദിച്ചാലും. അതായത് ഓരോ നമ്മളെ എല്ലാത്തിലും പറയുന്നു സത്സംഗം, അസംഗം. അതായത് സംഘദോഷം, അന്നദോഷം, സ്പർശദോഷം, നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് അഭക്തരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞാലും നമുക്ക് പറ്റില്ല എന്നറിയാം. എങ്കിലും ഒരു ഡിവോട്ടി അതിനെപ്പോഴും ജാഗരൂകനായിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ശ്ലോകം ചൊല്ലിയത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. പ്രഭു അതിന്റെ നാരദ സൂത്രം എന്നും പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ നന്നായിട്ട് പറയുന്നുണ്ട്. അതായത് അഭക്തരെ കാണുമ്പോൾ നമ്മൾ ഭക്തരല്ലാത്തവരാ കാണണ്ട മിണ്ടണ്ട എന്നൊന്നുമില്ല. നമ്മൾ അഭക്തരോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് ആ ബുക്കിൽ നല്ലവണ്ണം വിവരിച്ചിട്ടുണ്ട്. ഒരു അഭക്തനെ കാണുമ്പോൾ നല്ലൊരു പുഞ്ചിരിയോടെ അവരോട് സ്നേഹമായിട്ട് പെരുമാറിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അതായത് കനകമായാലും ചെളിക്കുണ്ടിൽ വീണു പോയാൽ അതിന്റെ ഭംഗിയും ശോഭയും മൂല്യവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുപോലെയാണ് നമ്മൾ അഭക്തരുമായിട്ട് കൂട്ടുകെട്ട് കൂടിയാൽ ഉണ്ടാകുന്ന ദോഷം. പിന്നെ അടുത്ത് ഒരു ശ്ലോകം പറയുന്നത് ഭഗവാന്റെ ശക്തിയെ പറ്റി പറയുന്നതാണ്. ഭഗവാന്റെ ശക്തിയെ പറ്റി നമുക്ക് പറയാതെ എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഭഗവാന്റെ ശക്തിയെ പറ്റി നമ്മൾ എങ്ങനെയാ വർണ്ണിക്കുന്നത്? ഒരു സാധാ ആള് 1000 നാവുള്ള അനന്തന് പോലും ഭഗവാന്റെ ശക്തിയെ പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? പിന്നെ ഈ പാപികളെ അവൈഷ്ണവരുമായിട്ട് കൂട്ടുകെട്ട് കൂടാനിരിക്കണമെന്നുള്ള കുറെ ശ്ലോകങ്ങൾ നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മാമൂഢത, അതായത് നഹം പ്രകാശ യോഗസ്യ സർവമായ സ്മൂഢോയം നാഭി ജാനാദിയാവാനച്ചസ്മി. അതായത് ഭക്തിയില്ലാത്തവർക്കും മൂഢന്മാർക്കും ഞാൻ ഒരിക്കലും ദൃശ്യനാകില്ല. യോഗമായ എന്ന എന്റെ അന്തരംഗ ശക്തി എന്നിൽ നിന്ന് അവരെ മറച്ചു വെക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. ഈ അവിശ്വാസികൾ, ഭൗതികവാദികൾ ജനിക്കുന്ന മുൻ ജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്തു കൂട്ടിയ പാപഫലമാണെന്ന് പറഞ്ഞതില്ല. അങ്ങനെ കുറെ ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. സമയം നമുക്ക് അനുവദിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചും ഞാൻ ഒരുപാട് സ്ലോ ആയതുകൊണ്ട് ഞെരഞ്ഞു പോകുമ്പോ സമയം കൂടുതൽ എടുക്കും. സർവ്വതിന്റെയും പരമസ്രോതസ് നിരപേക്ഷ സത്യമാണെന്ന് ശ്രുതി മന്ത്രത്തിലും പ്രസ്താവിച്ചിരിക്കുന്നു. നമുക്ക് സർവ്വതിന്റെയും പറയുന്നുണ്ടല്ലോ. അതിനൊരു ശ്ലോകം
കുലശേഖര മഹാരാജാവ് പാടുന്നുണ്ട്. ആ ശ്ലോകം ഞാൻ പറയാം, അതിന്റെ അർത്ഥവും പറയാം. ശ്ലോകം ഒന്ന് നോക്കിക്കോട്ടെ. ഹരേ കൃഷ്ണ. രണ്ടോ ശ്ലോകം പേജ് 58. പേജൊക്കെ എനിക്ക് പൃഥ്വിരേണൂരണു പൃഥ്വിരേണുപയാംസി കണികാ ഫൽഗു സ്ഫുലിംഗം ലഘു തേജോനിം ശ്വസനം മരുത്തുനുതരം ചന്ദ്രം സുസൂക്ഷ്മം നഭഃ രുദ്രപിതാമഹ പ്രഭദയാ കീടാഃ സമസ്തസുരാദൃഷ്ടേ യത്ര സാരാഗോ വിജയതേ ശ്രീപാദധൂളീകണാഃ. അതായത് അതിൽ പറയുന്ന, ഒരിക്കൽ നമ്മുടെ രക്ഷകനെ കാണുന്ന മാത്രയിൽ ഈ ഭൂമി മുഴുവനും ഒരു നുള്ളു പൊടിക്ക് സമാനമായിത്തീരുന്നു. സമുദ്രം ജലത്തുള്ളികൾ മാത്രമായി മാറുന്നു. അഗ്നി തീപ്പൊരിക്ക് തുല്യമാകുന്നു. കാറ്റ് നെടുവീർപ്പ് പോലെ ആയിത്തീരുന്നു. ആകാശം വെറും ഒരു സുഷിരം പോലെയാകുന്നു. മഹാദേവന്മാരായ ശിവനും പിതാമഹനായ ബ്രഹ്മാവും ഒക്കെ നിസ്സാരന്മാരായിത്തീരുന്നു. ദേവന്മാർ കീട തുല്യരായിത്തീരുന്നു. തീർച്ചയായും ഭഗവാന്റെ പാദധൂളിയുടെ ഒരു കണിക മാത്രം മതി എല്ലാം കീഴടങ്ങാൻ. അതായത് നമുക്ക് അറിയാം, ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിക്കുന്ന ചതുർശ്ലോകം. അതായത് പ്രപഞ്ചം സൃഷ്ടിക്ക് മുൻപ് ഞാനുണ്ടായിരുന്നു, സൃഷ്ടിക്ക് ശേഷവും ഞാനുണ്ട്. അങ്ങനെ ശ്ലോകങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകങ്ങളായതുകൊണ്ട് ഞാനത് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഹരേ കൃഷ്ണ, ഹരിബോൽ. അപ്പോ ഇത് നമുക്ക് ഇത് കുലശേഖര രാജാവ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ മുകുന്ദമാല സ്തോത്രം എന്ന് പറയുന്ന ബുക്ക് ഒരു ഭക്തിയുടെ പീയൂഷ, അതായത് ഒരു അമൃത രസായനമാണ്. അതിനകത്തില്ലാത്തത് ഒന്നുമില്ല. അത്രയും മഹത്തായ ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് വായിക്കണം, എല്ലാവരും വായിക്കണമെന്ന് ഞാൻ പറയാണ്. അങ്ങനെ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഭഗവാന്റെ ശക്തിയെ പറ്റി നമ്മൾ ആരും സ്റ്റഡി ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, സൂര്യന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് വിശദമാക്കാൻ അവർക്ക് കഴിവില്ലാത്തവരായി തീർന്നു. ഭൗതികവാദികളെ പറ്റി സൂര്യന്റെ ഉത്ഭവം അത് നമുക്കും അറിയില്ല തന്നെ. എന്നാലും നമുക്ക് ഭഗവത്ഗീത ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, ചക്ഷുരേഷ സവിത സകല ഗ്രഹാണാം രാജാ സമസ്ത സുരമൂർത്തിരശേഷ തേജ യസ്യാച്ഛയാ പ്രമതി. അതായത് സൂര്യൻ ആരുടെ കണ്ണാണോ, ഭഗവാന്റെ കണ്ണാണ് സൂര്യൻ. നമ്മുടെ ഈ ഓരോ ഭഗവാന്റെ അവയവങ്ങളെ പറ്റിയൊക്കെ ദേവന്മാരുടെ പ്രാർത്ഥന, ശിവ പ്രാർത്ഥനയിൽ അത് നല്ല വ്യക്തമായിട്ട് ഭാഗവത്തില് പറയുന്നുണ്ട്. നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ശിവ, അതുപോലെ നമ്മൾ ഈ പണ്ട് ഞാൻ ഇങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് അതിന്റെ സൂര്യ കീർത്തനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അരുണൻ, അതായത് സൂര്യന്റെ തേരാളി അരുണൻ എന്നാ പറയുന്നത്. അരുണൻ അദ്ദേഹം തേര് തെളിക്കുന്നതും സഞ്ചരിക്കുന്നതും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ സൂര്യന്റെ മഹത്വത്തെ പറ്റി അങ്ങനെ വേദസാഹിത്യം അനുസരിച്ച് പരമസൃഷ്ടാവായ ബ്രഹ്മദേവന് സൂര്യനോട് ഉപമിക്കാം. പരമദിവോത്തം പുരുഷൻ ബ്രഹ്മദേവന് വേദവിജ്ഞാനം പ്രധാനം ചെയ്യുന്ന ഈ ശ്ലോകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ബ്രഹ്മദേവൻ പ്രഥമ ജീവാത്മാവായാലും ആ സമയത്ത് മറ്റൊരു ജീവ നിലവിലില്ലാത്തതിനാലും ബ്രഹ്മദേവൻ മറ്റൊരാളാൽ പ്രചോദിതനായി എന്ന് അവകാശപ്പെടുന്നത് തെറ്റായ വാദമാണ്. യൗകിക സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ സൃഷ്ടി നിർവഹണത്തിനായി പരമദിവോത്തമ പുരുഷൻ പ്രചോദിതനാക്കിയെന്ന് ഈ ഗ്രന്ഥത്തിൽ സുവ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. നമുക്കറിയാം, ബ്രഹ്മദേവൻ അതായത് ശിവനും ബ്രഹ്മാവിനും പോലും ഭഗവാൻ പറയുന്നുണ്ട്, എന്നിൽ എല്ലാവരുടെയും ഉത്ഭവം എന്നിൽ നിന്ന് അവരും എന്നിൽ നിന്ന് തന്നെയാണ്. പക്ഷെ എന്നിൽ മായാമോഹിതരായാൽ ആകയാൽ അവർക്ക് എന്നെ പറ്റി അറിയാൻ പറ്റുന്നില്ല. ബ്രഹ്മദേവനെ നമ്മൾക്കറിയാം. ഭാഗവം ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പം ആ ഓരോ സ്കന്ധങ്ങളിലും സൃഷ്ടി ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. ബ്രഹ്മാവിന് വേദവിജ്ഞാനം ഉപദേശിച്ച് ഭഗവാൻ ബ്രഹ്മാവ് ഇങ്ങനെ പൊക്കിൾക്കൊടി, അതായത് ഭഗവാന്റെ പൊക്കിൾക്കൊടിയിൽ വരുന്ന താമരത്തണ്ടിൽ ഇരുന്നിട്ട് ബ്രഹ്മാവ് നോക്കുമ്പോ 4 ചുറ്റും നോക്കുന്നു എന്ന് പറയും. 4 ചുറ്റും നോക്കുമ്പോൾ ഒന്നും കാണില്ല, എല്ലായിടം ശൂന്യമായി കാണുന്നു, ആരെയും കാണുന്നില്ല. അങ്ങനെ 4 വശത്തോട്ടും തിരിഞ്ഞത് കൊണ്ടാണ് ബ്രഹ്മാവിന് ചതുർമുഖമായതെന്നും പറയുന്നു. അങ്ങനെയാണ് ചതുർമുഖൻ എന്ന് പേര്. അപ്പൊ ഈ ബ്രഹ്മാവ് ഇങ്ങനെ നോക്കും, ഞാൻ എവിടെയാണ്, ആരാണ്, എന്താണെന്ന് ഒന്നും ഒരു പിടിയും ഇല്ല ബ്രഹ്മാവിന്. ബ്രഹ്മാവ് അങ്ങനെ ആ താമരത്തണ്ടിലൂടെ തിരിച്ച്
ആ തണ്ടിലൂടെ ഇറങ്ങി തണ്ടിന്റെ ഭാഗത്ത് ചെല്ലും. അതായത് ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് താമരത്തണ്ട് വന്നതെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പോ ബ്രഹ്മാവിന് തപ തപ എന്ന 3 പ്രാവശ്യം കേൾക്കും. അപ്പോ ബ്രഹ്മാവിന് അപ്പോഴും മനസ്സിലായി, അതായത് ബ്രഹ്മാവ് ഭഗവാന്റെ സൃഷ്ടി, ഭഗവാൻ യോഗ്യനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ആളാണ് ബ്രഹ്മാവ്. ഭഗവാന്റെ ആദ്യ സൃഷ്ടിയാണ് ബ്രഹ്മാവ് എന്ന ഒരു ബ്രഹ്മാവ് തപ തപ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതാണ് നമ്മുടെ പറയുന്ന സ്പാർക്ക്. അദ്ദേഹം ക്വാളിഫൈഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉടനെ മനസ്സിലാകുന്നു തപസ് ചെയ്യാൻ പോയി. അങ്ങനെ 1000 ദേവവർഷം തപസ് ചെയ്തിട്ട് വന്നതിന് ശേഷമാണ് ഭഗവാൻ ഈ വേദവിജ്ഞാനം ഉപദേശിച്ചതെന്ന് പറയുന്നത്. അതായത് സൃഷ്ടി നടത്താൻ യോഗ്യത MBBS അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് വന്നതാണ് ബ്രഹ്മാവ്. 1000 ദേവവർഷമാണെന്ന് തോന്നണം, 1000 ദേവവർഷം തന്നെ തപസ് ചെയ്തിട്ട് വന്നിട്ടാണ് ഈ ബ്രഹ്മാവിന് വേദജ്ഞാനം ഉപദേശിച്ചതും. അപ്പോ അത് അറിയാം. പിന്നെ അതല്ലല്ലോ, അഭിജ്ഞാസ്വരാട് എന്നീ പദങ്ങൾ വിശേഷ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. അഭിജ്ഞാസ്വരാട് അതായത് അഭിജ്ഞാൻ, ഭഗവാന്റെ ശക്തി. സ്വരാട് എന്ന് വെച്ചാൽ സ്വതന്ത്രൻ. അതായത് ഭഗവാൻ സ്വതന്ത്രനാണ്. ഭഗവാൻ ആരാലും നിയന്ത്രിക്കപ്പെടുന്നില്ല. മറ്റെല്ലാ ജീവസത്തകളും മറ്റു ഭഗവാന്റെ ശക്തിയാൽ ഭരിക്കപ്പെടുകയാണ്. ഭഗവാൻ സ്വതന്ത്ര. അതാണ് അഭിജ്ഞാസ്വരാട് എന്നീ പദങ്ങൾ വിശേഷ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഈ പദങ്ങൾ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ മറ്റെല്ലാ ജീവസത്തകളിൽ നിന്നും താരതമ്യ വിവേചനം നടത്തി വ്യത്യാസം സ്ഥാപിച്ച് സവിശേഷമായ കീർത്തി ഉണ്ടാക്കുന്നു. പൂർണ്ണാഭിജ്ഞനും പൂർണ്ണ സ്വതന്ത്രനുമായി മറ്റൊരു ജീവസത്തയുമില്ല. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഭഗവാനെ പോലെ സ്വതന്ത്രൻ വേറെ ഏകലേ ഈശ്വര കൃഷ്ണ ആരസപ്രകൃത്യ. ഈശ്വരന് ഒരാളെ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ സകല മതക്കാരും ഹിന്ദു മതത്തെ ആക്ഷേപിക്കുന്ന ഒരു വാക്കാണ്, നിങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. ഒരു ശാസ്ത്രം പഠിച്ചവനോ അല്ലെങ്കിൽ ഒരു വൈഷ്ണവനോ അത് ശരിക്കും അറിയാം. ഇതിന് നല്ലൊരു മറുപടി പറഞ്ഞു കൊടുക്കാനും ആർക്കും അറിയില്ലേ, എന്താണോ എന്തോ ആരും പറയുന്നില്ല. ഏകലേ ഈശ്വര കൃഷ്ണ ആരസഭ കൃത്യ എന്ന് പറയുന്നുണ്ട്. ഈശ്വരന് ഒരാളെ ഉള്ളൂ, മറ്റുള്ള ദേവന്മാരെല്ലാം അദ്ദേഹത്തിന്റെ സേവകരാണ്. അപ്പൊ കൃത്യരെന്ന് പറയുമ്പോൾ നമ്മളെ പോലുള്ള അല്ല, അവരും ക്വാളിഫൈഡ് ആണ്. അവർ ക്വാളിഫൈഡ് ആയതുകൊണ്ടാണ് ഭഗവാന്റെ കൃത്യരാകാൻ അവർക്ക് പറ്റിയത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പൊ ഭക്തരല്ലാത്തവരോട് ഇത് പറഞ്ഞാൽ അവര് എന്താ പറയുന്നത് നമുക്കറിയാമല്ലോ. ഈശ്വരൻ ഒരാളെ ഉള്ളൂ, മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ ഭൃത്യരെന്ന. ഭഗവാന്റെ ഭൃത്യരാകാൻ പ്രത്യേക എത്ര യോഗ്യതകൾ വേണം. ഇപ്പൊ പറഞ്ഞില്ലേ, ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ നിൽക്കുന്നു. അതുപോലെ സൂര്യചന്ദ്രന്മാര്, സൂര്യൻ കണ്ണാണ്. പിന്നെ ഇങ്ങനെ ഓരോ ഇതിലും പിന്നെ ഓരോന്ന് പറയുന്നുണ്ട്, ഓർമ്മിച്ചെടുക്കാനും വലിയ ബുദ്ധി. ഹരേ കൃഷ്ണ ഹരി പോലും അങ്ങനെ പറയുന്നുണ്ട്. ബ്രഹ്മദേവനോ പോലും ഭഗവാനെ ധ്യാനിക്കേണ്ടതായി വരുന്നു എന്നിരിക്കെ ഐൻസ്റ്റീനെ പോലെയുള്ള മഹാനായ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് എന്ത് അഭിപ്രായപ്പെടാൻ? അത്രയും ബുദ്ധിശക്തിയുള്ള ശാസ്ത്രജ്ഞരുടെ മസ്തിഷ്കം നിശ്ചയമായും മനുഷ്യ സൃഷ്ടിയല്ല തന്നെ. അതൊരു മസ്തിഷ്ക സൃഷ്ടി അത്തരമൊരു മസ്തിഷ്ക സൃഷ്ടി നടത്തുക ശാസ്ത്രജ്ഞന്മാരാൽ അസാധ്യമാണെന്നിരിക്കുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് ഈ വലിയ ശാസ്ത്രം നമ്മുടെ ഭൂമിയിലുള്ള ശാസ്ത്രജ്ഞന്മാരെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ആ ശാസ്ത്രജ്ഞന്റെ മസ്തിഷ്കം നിർമ്മിച്ച ഭഗവാനെ അറിയുന്നില്ല. അതാണ് ഈ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എന്തെല്ലാം, അതായത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതൊക്കെ ഭഗവാൻ നമ്മൾക്ക് വേണ്ടി ഇവിടെ ഭഗവാനാൽ നിയോഗിക്കപ്പെടുന്ന വ്യക്തികളാണ്. അതല്ലേ ഓരോരുത്തരും വന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും സകലതും മനുഷ്യന് വേണ്ടുന്ന എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നു. വൈദ്യുതി കണ്ടുപിടിക്കാൻ ഒരാള്, അങ്ങനെ ഓരോന്നിനും ഓരോരുത്തരെ ആയിട്ട് ഭഗവാൻ നിയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ എല്ലാ കണ്ടുപിടുത്തങ്ങളും കഴിഞ്ഞ അവസാനം അദ്ദേഹം ഭഗവത്ഗീത വായിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം ഒന്നിനും മുതിർന്നിട്ടില്ലെന്നാ പറയുന്നത്. അതായത് ഇത്രയും വലിയൊരു ആഴക്കടൽ എനിക്ക് ചുറ്റിനും ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം അവിടെ വെച്ച് നിർത്തിയിട്ട് ദ ഗോഡ് എന്നും പറഞ്ഞൊരു ബുക്ക് എഴുതാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു പുൽച്ചെടി പുൽച്ചെടി ചലിക്കുന്നത് പോലും ഭഗവാന്റെ ഇച്ഛയാലാണ്, ഭഗവാൻ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ്. ഇതൊക്കെ നമുക്കറിയാന്നുള്ളതാണ്. പിന്നെ സമയം ഇത്ര ഉണ്ടല്ലോ. അപ്പൊ അത് മനസ്സിലായല്ലോ.
ഒരു ശാസ്ത്രജ്ഞന്റെ മസ്തിഷ്കം, ശാസ്ത്രം വലിയ എല്ലാം നമ്മൾ കെട്ടിപ്പടുക്കുന്നു, നമ്മളെല്ലാം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത്, അത് ആ ശാസ്ത്രജ്ഞന്റെ മസ്തിഷ്കം പോലും ഭഗവാനാൽ. ഇപ്പൊ നമുക്ക് ഡോക്ടേഴ്സ്, വൈദ്യശാസ്ത്രം, നമ്മൾ ഡോക്ടേഴ്സിന്റെ കുറിപ്പുകൾ വായിക്കുമ്പം കാണാം ഒരാളിന്റെ മസ്തിഷ്കത്തിനകത്ത് വെച്ചേക്കുന്ന നെർവസ്, അതായത് ഞരമ്പുകളും ഇതൊക്കെ എത്രയോ ലക്ഷക്കണക്കിനാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെയൊക്കെ സൃഷ്ടാവ് ആര്? സാധാരണ ഒരാൾ സൃഷ്ടിക്കുന്നതാണോ? പക്ഷെ ഭൗതികവാദികൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല, അവരിതൊന്നും സമ്മതിക്കുന്നില്ല. നമുക്ക് എന്തും പിടിച്ചെടുക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്ന ഭൗതികവാദികളെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. വാസ്തവം ഒരു നിമിഷം ഒരു ഭഗവാന്റെ ഒരു സുനാമി അല്ലെങ്കിൽ ഒരു തിരമാലക മതി നമ്മുടെ ഇതെല്ലാം തീരാൻ, അല്ലേ? മൂഢനാസ്തികരെ കുറിച്ച് എന്താണ് പറയുക? അതാണ്. അത് കഴിഞ്ഞിട്ട് ജ്ഞാനാർജനത്തിനായി അത്തരം നിർവൈക്തികവാദികൾ കഠിന തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നു. എന്നാൽ അവരൊക്കെ അവസാനം ക്ഷേത്രങ്ങളും സന്യാസി മഠങ്ങളും നിർമ്മിക്കുന്നതിനാവശ്യമായ ധനം നൽകുന്ന ചില സമ്പന്ന ശിഷ്യരെ ആശ്രയിക്കുന്നവരായിത്തീരുന്നു. ശ്രീമദ് ഭഗവത അധികാരത്തെ നിന്ദിക്കുന്നതിനു മുമ്പായി നാസ്തികരായ രാവണനും ഹിരണ്യകശിപുവും ഒക്കെ അതികഠിനമായ തപസ്യകൾ അനുഷ്ഠിച്ചിരുന്നു. അതായത് നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി കഠിന തപശ്ചര്യകൾ അനുഷ്ഠിക്കും. അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം. തപസ് ഇപ്പൊ ഹിരണ്യകശിപുവിനെയും രാവണനെയും പറ്റി പറയുന്നു. അവരൊക്കെ എത്ര ദേവാരാധന ചെയ്തവരാണ്. ഇപ്പം രാവണൻ ശിവഭക്തനായിരുന്നു. തപശ്ചര്യകളുടെ എത്ര വരങ്ങൾ നേടി എന്തെല്ലാം ചെയ്തിട്ടാണ് ഈ രാവണൻ ഇതെല്ലാം ഇവിടെ എല്ലാം കാണിച്ചു കൂട്ടുന്ന ഭൂമിയിൽ വന്നിട്ട് ആ രാവണൻ വന്ന ആരാണെന്നൊക്കെ നമുക്കറിയാം. അതിനെപ്പറ്റി ഞാൻ വിവരിക്കുന്നില്ല. അവരെല്ലാം ഭഗവാന്റെ ഭക്തന്മാർ തന്നെയായിരുന്നു. ഭഗവാൻ തന്നെ അവർക്ക് വന്ന് മോക്ഷം കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. എന്നാലും ഈ രാവണ വധം നടക്കുമ്പോ പാർവതി ദേവി ശിവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വായിച്ചത്, നിങ്ങളുടെ ഭക്തനല്ലേ അദ്ദേഹം വധിക്കാൻ പോവുകയല്ലേ ഭഗവാൻ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മഹാദേവൻ പറയുന്നുണ്ട്, രാമബാണത്തെ തടുക്കാൻ എനിക്ക് കഴിയില്ല, എനിക്കെന്നല്ല ആർക്കും കഴിയില്ല. അപ്പൊ നമുക്കറിയാം രാവണൻ, എന്നാലും ഭഗവാൻ ഒരു ഭക്തന്റെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കില്ല എന്ന് പറയും രാമേശ്വരത്ത്. എന്തൊക്കെ രാമേശ്വരത്ത് ആൾക്കാർ പറയുന്നത്, അവിടെ ശിവനാണ് ഭഗവാൻ ചെയ്തത്. അതായത് ശിവനോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് ഭഗവാൻ രാവണനെ നിഗ്രഹിക്കുന്നതെന്ന് പറയും. അതുപോലെ തന്നെ ഹിരണ്യാക്ഷനും ബ്രഹ്മദേവൻ എന്തെല്ലാം വരങ്ങളാ വാരി കൊടുത്തത്. അതായത് മരണമില്ലാത്ത വരം തരാൻ മാത്രം പറ്റില്ല, അത് മാത്രം തരാൻ പറ്റില്ലെന്ന് എന്തെല്ലാം കൊടുത്തു. അതും ഭഗവാൻ എല്ലാ ബ്രഹ്മാവിനും, അതായത് ഭക്തന്റെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കില്ല. അതെല്ലാം ഭഗവാൻ കൊടുത്തേക്കുന്ന ആ സ്വാതന്ത്ര്യം വെച്ച് അവർ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കുന്നുണ്ട്. അതിലും ഭഗവാൻ കൈവയ്ക്കില്ലെന്ന് പറയണ. രാത്രി കൊല്ലാൻ പാടില്ല, രാവിലെ പകൽ കൊല്ലാൻ പാടില്ല, രാത്രി കൊല്ലാൻ പാടില്ല, അകത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, കയ്യിൽ വെച്ച്. അങ്ങനെയാണ് ഭഗവാൻ നരസിംഹ രൂപം എടുക്കുന്നത്. മനുഷ്യൻ കൊല്ലാൻ പാടില്ല, മൃഗം കൊല്ലാൻ പാടില്ല. നീ എത്ര വിദഗ്ധമായിട്ട് നമ്മൾ പ്രവർത്തിച്ചാലും ഈശ്വരന്റെ കയ്യിൽ, അതായത് ഭഗവാൻ പറയുന്നുണ്ട്, അർജുന നീ എന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണ്, നീ എന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. അതായത് പാവക്കൂത്തുകാരന്റെ കളി, പാവക്കൂത്തിന് പോലെ അത് മാത്രമാണ് നമ്മളെന്ന് പറയുന്നുണ്ട്. ഹിരണ്യകശിപു അതിനാണ് ഭഗവാന്റെ അധികാരത്തെ പുച്ഛിക്കാൻ ധൈര്യപ്പെടുന്ന ആധുനിക നാസ്തികരുടെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. അവണ്ണമുള്ള നാസ്തികർക്കും സമാന അന്ത്യം സംഭവിക്കും. ചരിത്രം ആവർത്തിക്കപ്പെടും. എപ്പോഴൊക്കെ മനുഷ്യർ ഭഗവത് അധികാരത്തെ നിന്ദിക്കുന്നുവോ നിഷേധിക്കുന്നുവോ അപ്പോഴൊക്കെ പ്രകൃതിയും പ്രകൃതി നിയമങ്ങളും അവരെ ശിക്ഷിക്കുന്നുവെന്ന് ഭഗവത്ഗീതയിലെ ഏതായതാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി എന്ന പ്രശസ്ത ശ്ലോകത്തിൽ സ്ഥിരീകരിക്കുന്നു. എപ്പോൾ എവിടെ വെച്ച് ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അവതരിക്കുന്നു. പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുന്ന, പ്രകൃതി നിയമങ്ങളും അവരെ ശിക്ഷിക്കും എന്ന് പറയുന്നത്, അതായത് നമുക്ക് പ്രകൃതി നിയമ ലംഘനം നടത്തുന്ന ഒരേ ഒരു രീതി മനുഷ്യൻ മാത്രമാണ്. നമുക്കറിയാം, അതായത് ഒരു സസ്യബുക്കും അറിഞ്ഞുകൊണ്ട് മാംസം ഭക്ഷിക്കില്ല. സസ്യബുക്ക്, മാംസബുക്ക്, മിശ്രബുക്ക്, 3 തരം ബുക്കുകളെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭൂമിയിൽ പരസ്പരം ഭക്ഷിക്കുക, അതല്ലാതെ വേറൊരിടത്തും നമുക്ക് ഒരു ഭക്ഷണം കൊണ്ടുവരില്ല. അപ്പൊ ഈ 3 ജീവികളെയും ഭഗവാൻ സൃഷ്ടിച്ചിട്ട് മനുഷ്യൻ മാത്രമാണ് ഈ പ്രകൃതി നിയമം ലംഘനം നടത്തുന്നത്. അത് നമുക്കറിയാമല്ലോ പ്രകൃതി. അതായത് അതുപോലെ തന്നെ ഭഗവാൻ 64 ശക്തി ഉണ്ട്. ആ 64 ശക്തിയിൽ 50 ശക്തി ഒരളവ് ഒരേ സകല ജീവസത്തകൾക്കും കൊടുത്തിട്ടുണ്ട്. ഈ 60 ശക്തിയിൽ വെച്ചാണ് നമ്മൾ ഇവിടെ എല്ലാം കാണുന്നത്. ഇതിനപ്പുറം എല്ലാം നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട്. ആ ശക്തിയുടെ
പറയുന്നുണ്ട്. 60 ശക്തി വരെ നാരായണന്റെ പദവി വരെ ദൃശ്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 ശക്തിയാണ് ഭഗവാനുള്ള. ആ 4 ശക്തികൾ ഭഗവാനുള്ളത് ഞാൻ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 4 ശക്തി ഭഗവാനും നാല് ശക്തികൾ മുരളിവാദം, അതായത് അസംഖ്യം ലീലകൾ ആവിഷ്കരിക്കാൻ ഭഗവാന് കഴിയും. മുരളിവാദനം ആകർഷിക്കപ്പെടാൻ അങ്ങനെ 4 ശക്തികളുടെ ഭഗവാന് കൊടുക്കും. ആ അസംഖ്യം ലീലകൾ എന്ന് പറയുന്നതിലാണ് നമ്മൾ ഭഗവാന്റെ ലീലകൾ ഒരുപാട് കാണുന്നുണ്ട്. ലീലകൾ എന്ന് പറയുമ്പോ ഞാനും ഹരേ കൃഷ്ണ ഓർമ്മ പെസകം എന്ന് പറയുന്ന അതാണ് എനിക്ക്. പിന്നെ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി എന്ന പ്രശസ്ത, അതായത് ഭഗവാൻ എപ്പോഴൊക്കെ അധർമ്മം തഴച്ചു വളരുന്നു അപ്പോഴൊക്കെ ഞാൻ പ്രത്യക്ഷനാകുന്നു എന്ന് പറയുന്നുണ്ട്. അത് നമുക്കറിയാം. അപ്പോ ഭഗവാൻ ഈ ഭൂമി സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. അതായത് നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഭഗവാനെ അനുസരിക്കാൻ വയ്യാതെ സ്വതന്ത്രരായി ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഭൂമി സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. ആ ഭൂമി അതായത് ഒരു തുറന്ന ജയിൽ. എന്നിട്ട് പോലും ഭഗവാൻ എത്ര ദുഃഖിതനാണെന്ന് അറിയാമോ? ഭക്തവത്സലൻ എന്ന് പറയുന്നു. ഭഗവാൻ ആ ദുഃഖം കൊണ്ടാണ് ഭഗവാൻ തന്നെ ഭഗവാന്റെ പ്രതിനിധികളെ പല രൂപത്തിലും ഭാവത്തിലും ഇവിടെ വിടുന്നുണ്ട്. ഭഗവാൻ തന്നെ യുഗങ്ങൾ തോറും വരുന്നുണ്ട്. ഭഗവാൻ എത്രയോ അവതാരങ്ങൾ, എത്ര അവതാരങ്ങൾ. അതായത് 60 ശക്തികളിൽ കൃഷ്ണൻ 4 അസാധാരണമായ ഗുണങ്ങളുണ്ട്. അദ്ദേഹത്തിന് അത്ഭുതകരങ്ങളായ ലീലകൾ ആവിഷ്കരിക്കാൻ സാധിക്കും. അദ്ദേഹം ആധ്യാത്മികവും മുരളീവാദനത്തിൽ പ്രവീണനത്രേ. അദ്ദേഹം പ്രേമസമ്പന്നരായ ഭക്തന്മാരാൽ പരിവൃതനാണ്. അദ്ദേഹത്തിന് അനിതര സാധാരണമായ ശരീര സൗന്ദര്യമുണ്ട്. അതായത് നമ്മൾ പറയും ഭഗവാന്റെ സൗന്ദര്യം, മദന മോഹൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഭഗവാനെ ജയിക്കാൻ വേറൊരു ശക്തിയും, അതായത് നമ്മളിവിടെ കാണുന്ന ഓരോ ഭൗതികമായ കാഴ്ചകളിൽ നമ്മൾ ആകൃഷ്ടരാകുന്നത് ഭഗവാന്റെ ആ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പറ്റാത്ത, ഭഗവാന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പറ്റിയ ഒരാൾക്ക് മറ്റൊന്നിലും സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല. നമ്മൾ അത്രമാത്രം സൗന്ദര്യവാനാണ്. അതാണ് ആ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒരു കഥ അറിയാലോ. ഇപ്പൊ ഇദ്ദേഹമാണെന്ന് തോന്നുന്നല്ലേ, രാമാനുചാര്യർ അല്ലേ. രാമാനുചാര്യർ ശ്രീരംഗത്ത് ഒരു രാജാവ് അദ്ദേഹത്തിന്റെ പത്നിയായിട്ടാണ് പറയും, നിങ്ങൾ എന്താ ഇങ്ങനെ ഈ ഒരു സ്ത്രീയിൽ ആകൃഷ്ടനായിട്ട് എന്റെ ഭാര്യയേക്കാൾ സൗന്ദര്യമുള്ള വേറെ ആരും. രാമാനുചാര്യ ശരീരത്തിൽ ഇങ്ങനെ സ്പർശിച്ചോളാൻ പറയും. എന്നിട്ട് ഭഗവാന്റെ ആ രൂപം കാണുമ്പോൾ അപ്പൊ അതിനേക്കാൾ സൗന്ദര്യമുള്ള ഒന്നുമില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്. അതേപോലെ അത് ഭക്തനാകുന്ന അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മള് ഏതാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദാനം, അതായത് ഭഗവാന് എത്ര അവതാരങ്ങൾ എടുക്കുന്നത് ഞാൻ പറഞ്ഞു. അതായത് ശ്രീ ഭഗവാൻ ഈ അവതാരങ്ങളെ പറ്റി പറയുമ്പോ ശ്രീ ഭഗവാൻ വൈദിക സാമ്രാജ്യത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ ആവിർഭവിക്കുന്നതാണ് അവതാരം. എത്ര അവതാരം? പുരുഷാവതാരങ്ങൾ, ഗുണാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, ശക്യാവേശാവതാരങ്ങൾ, മന്വന്തരാവതാരങ്ങൾ, യുഗാവതാരങ്ങൾ എന്നിങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും മുറയ്ക്ക് ഭഗവാന്റെ അവതാരങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത്. യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനസ്യ. അധർമ്മം തഴച്ചു വളരുമ്പോൾ ഞാൻ പ്രത്യക്ഷനാകും. ഭഗവാൻ വരുന്നത് വാസ്തവത്തിൽ ഭഗവാന്റെ ആന്തരംഗ മായാശക്തി വന്നിട്ട് ഇവിടെ വന്നിട്ട് മായ വന്നിട്ട് എല്ലാം തീർത്തിട്ട് പൊയ്ക്കോളും. പക്ഷെ ഭഗവാൻ എപ്പോഴും വരുന്നത് ഭഗവാന്റെ ഭക്തന് വേണ്ടിയാണ് വരുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ ഇവിടെ വരേണ്ട ആവശ്യമേ ഇല്ല. എന്നാലും ഭഗവാൻ ഈ ഭൂമിയിൽ ഓരോന്നിനായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളോടുള്ള, അതായത് ഓരോ ജീവസത്തയോടുമുള്ള അനുകമ്പ, അതാണ് ഭക്തവത്സലൻ എന്നൊക്കെ പറയുന്നു ഭഗവാൻ. പിന്നെ ഇങ്ങനെ ഭാഗവതം ഇതിന്റെ എല്ലാം ഭക്തനല്ലാത്ത ഒരാൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയും. ഭക്തനായ ഒരാൾക്ക് ഇതൊന്നും പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ. നമുക്കറിയാം നമ്മൾ എന്താണ്, നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. അതായത് നമുക്ക് ഗുരു മഹാരാജ് തന്ന ആ ഒരു അനുഗ്രഹത്താൽ നമ്മൾ ഇവിടെ എന്ന് ഞാൻ പറയുന്നത്
എനിക്ക് എന്ത് യോഗ്യതയാണ്, ഇതൊരു ഓഫറാണ് നമ്മുടെ ആരൊക്കെയോ ചേർന്ന് തന്നേക്കുന്നത്. ഭഗവാന്റെ വായിക്കാനായിട്ട് ഒരു ഓഫർ നമ്മുടെ എന്തോ കഥാമൃത ദമ്പതികളെ പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഈ ഓഫർ ഞാൻ പറയുന്ന എല്ലാ ഭക്തരും ഈ ഓഫർ സ്വീകരിക്കണം. ഇത് മിസ്യൂസ് ചെയ്യരുത്. അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തണമെന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? വിദ്യാഭ്യാസം ഇല്ല, വാർദ്ധക്യം അതായത് ശരീരം അനുകൂലമല്ല പ്രതികൂലം. വാർദ്ധക്യം നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഓർമ്മയില്ല. എന്നിട്ട് എനിക്ക് പ്രഭു ഇങ്ങനെ തന്നപ്പോ വാസ്തവത്തിൽ എന്റെ ഒരു അത്യാഗ്രഹം കൊണ്ട്, ജഗന്നാഥ, എന്റെ ഒരു അത്യാഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ജഗന്നാഥൻ അതായത് കുലശേഖര രാജാവിന്റെ ആ ശ്ലോകം നല്ല, അതായത് ഈ മുകുന്ദമാല സ്തോത്രം എന്ന് പറയുന്നത് പ്രഭുപാദർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. പ്രഭുപാദർ ഇത് എഴുതി, പ്രഭുപാദർ ഒരു ശ്ലോകം പറയുന്നുണ്ട്. കൃഷ്ണ തുദീയ പദ പങ്കജ പഞ്ചരാന്തം ദൈവമേ വിശദു മാനസരാജ ഹംസാഹ പ്രാണപ്രയാണ സമയേ കഭവാദപിത്തൈക കണ്ടാവരോധന വിധൗ സ്മരണം കുതസ്തേ സ്മരണം കുതസ്തേ. അതായത് പ്രഭുപാദർ കുലശേഖര രാജാവ് പറയുന്നത്, ഭഗവാനെ, ഒരു സാധാരണ മരണത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണെങ്കിൽ എനിക്ക് ആ മരണസമയത്ത് എനിക്ക് ഭഗവാനെ നിന്നെ ഓർക്കാൻ സാധിക്കില്ല. ശരീരം കഫവാദ പിത്തങ്ങളാൽ നമ്മെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെ നിന്നെ ഓർക്കാൻ പറ്റും? അതുകൊണ്ട് ഇപ്പൊ തന്നെ എനിക്ക് എന്റെ ശരീരം ഉപേക്ഷിക്കാനുള്ള ഭാഗ്യം തരണേന്ന് പറയും. ആ ഒരു ശ്ലോകം പറയുന്നുണ്ട് കേട്ടോ. ഇത് പ്രഭുപാദർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകമാണ്. പ്രഭുപാദർ ഇത് എപ്പോഴും ചൊല്ലും. നമ്മൾ എല്ലാ ഭക്തന്മാരും ഇത് പഠിക്കണമെന്നും പ്രഭുപാദർ ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രഭുപാദർ കഴിഞ്ഞിട്ട് അത് പ്രഭുപാദരുടെ ശിഷ്യന്മാരിൽ ഒരാളാണ് പിന്നെ ഈ മുകുന്ദമാല സ്തോത്രം പൂർത്തീകരിച്ചതെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു ശ്ലോകം ഞാൻ ഒന്ന് പറയാം. നല്ലൊരു ശ്ലോകമാണ്. അതായത് എടുക്കാനാ ഒരു ശ്ലോകം പറയുന്നുണ്ട്. നമ്മളെ മാഭീർമന്ദമനോ വിചിന്യ ബഹുദാ രാമീചിരം യാതനാ നൈവാമീ പ്രഭവന്തി പാപരിവവ സോമീ നനു ശ്രീധരാ ആലസ്യം വ്യാപനീയ ഭക്തി സുലഭം ധ്യായസ്വനാരായണം ലോകസ്യ വ്യസനവനോദനകരോ ദാസസ്യ കിം നാക്ഷമാഹ. ഹേ വിഡ്ഢിയായ മനസ്സെ, യമലോകത്തെ, അതായത് ഭഗവാനെ അഭയം പ്രാപിക്കുന്ന ഒരാൾക്ക് ഒന്നിനെയും ഭയക്കണ്ടെന്നുള്ളതിന്റെ ഒരു ശ്ലോകമാണ് അദ്ദേഹം പറയുന്നത്. ഹേ വിഡ്ഢിയായ മനസ്സെ, യമലോകത്തെ കൂടും പീഡനങ്ങളെ കുറിച്ചോർത്ത് ഭയപ്പെടുന്നത് നിർത്തൂ. നിങ്ങളുടെ ശത്രുക്കളായ നിങ്ങൾ നേടിയെടുത്ത പാപഫലങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ സ്പർശിക്കുവാൻ കഴിയും? സർവോപരി നിങ്ങളുടെ യജമാനൻ ഭാഗ്യദേവതയുടെ ഭർത്താവായ ഭഗവാൻ തന്നെയല്ലേ. ആലസ്യം വലിച്ചെറിഞ്ഞ് മനസ്സ് നാരായണനിൽ കേന്ദ്രീകരിക്കൂ. വ്യക്തിഗത സേവനത്തിലൂടെ അദ്ദേഹത്തെ അനായാസം പ്രാപിക്കാൻ കഴിയും. സർവ്വലോകങ്ങളുടെയും വ്യസനങ്ങൾ അകറ്റുന്ന അദ്ദേഹത്തിന് സ്വന്തം ദാസന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയാത്തത്? അത് നമുക്ക് നമ്മുടെ എത്ര ഭാഗ്യമുള്ളവരാണ്. ഭഗവാന്റെ ഏതോ അതായത് ചിലപ്പോ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ ഏത് ജന്മത്തിൽ എന്ത് പുണ്യം ചെയ്തിരുന്നു ഭഗവാനെ ഈ നിലയിലെത്താൻ. ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയിൽ കാണുന്നു, അതായത് കണ്ണൻ ചലിപ്പിക്കുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്താ പറയാ, തല തിരിഞ്ഞ കാലഘട്ടം, ഏറ്റവും അപകടം പിടിച്ചൊരു കാലഘട്ടം ജീവിച്ചു പോകുന്നു. അപ്പൊ നമുക്ക് അതിനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു. അപ്പൊ അത് ഇനി അതുപോലെ ഒരു ശ്ലോകം ഞാൻ വെച്ചിരുന്നു. അതായത് ദാസം എന്നും പറയുന്നു. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, എന്റെ ദാസന്റെ ദാസന്റെ ദാസനെയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ശ്ലോകം ഞാൻ എവിടെയോ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 7 പ്രാവശ്യം ഭൃത്യസ്യ 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 എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ്. കൃഷ്ണ ഹരേ കൃഷ്ണ.
സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എടുക്കാൻ പറ്റുന്നില്ല. എവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്, നോക്കി എടുക്കാനൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, പ്രായം നമ്മെ കീഴടക്കുമെന്ന്. ഇതാ കാണുന്നു. പ്രത്യസ്യ. അതായത് 7 പ്രാവശ്യം ആ ശ്ലോകത്തില് 7 പ്രാവശ്യം ആ ശ്ലോകം ആദ്യം എനിക്ക് പറഞ്ഞ് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആദ്യം കിട്ടിയേ പറയുമായിരുന്നു. അതായത് 7 പ്രാവശ്യം വൃത്യന്റെ ഇത് പറയുന്നുണ്ട് കുലശേഖര രാജാവ്. ആ പ്രത്യസ്യ എന്ന് പറയുന്നത്, അതിനകത്ത് ഭഗവാന്റെ സേവകരെന്ന് പറയുന്ന ആദ്യത്തെ സേവകര് അതിൽ പറയുന്ന രാധാറാണിയാണ്. ഈ രാധാറാണിയുടെ ഭൃത്യർ, രാധാറാണിയെ സേവിക്കാൻ സഹായിക്കുന്ന ഭൃത്യരും ഭക്തരാണ്. അങ്ങനെ അർത്ഥം വരുന്ന ഒരു ശ്ലോകമായിരുന്നു, നല്ലൊരു ശ്ലോകമായിരുന്നു. അതുപോലെ അതില് ആ പർപ്പോട്ടിൽ പറയുന്നുണ്ട്, രാധാറാണിയുടെ സഖിമാരവരെ സേവിക്കാൻ അനുവദിക്കുന്നു. അതേപോലെ മഞ്ചരികൾ, ഷഡ്ഗോസ്വാമിമാര് അവരെ സഹായിക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ള ദാസാനുദാസ എന്ന് പറയുന്നത് ഭൃത്യനാകാൻ എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ്. നല്ല വിവരണമൊക്കെ ഉണ്ടായിരുന്നു, മറന്നുപോയി. ഹരേ കൃഷ്ണ, ഹരിബോൽ. അപ്പൊ നമുക്ക് എല്ലാം പറയാൻ പറ്റുന്നില്ല, എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇതൊരു വലിയ ഓഫറായിട്ട് എടുത്തിട്ട് ഇപ്പൊ എന്നെക്കാളും ഒക്കെ ഭാഗവതം പറഞ്ഞവരും പഠിക്കുന്നവരും ഒക്കെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം വരണം, വന്നിട്ട് നമ്മൾ ഈ ഭാഗവതം പഠിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അറിവ്, അതിനപ്പുറം വേറൊന്നുമില്ല. അത് ഇവിടെ വന്ന് ഇത് പറയാൻ വരുമ്പോ നമ്മൾ ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നോക്കാൻ ഒരു ഉത്സുകരാകല്ലോ. അങ്ങനെ കുറെ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്, അപ്പൊ എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലോട്ട് പോകുന്നതിന് മുൻപ് എല്ലാവരും തയ്യാറാകണം ഈ അമൃത, ഈ കൃഷ്ണരസായനം പാലം ചെയ്യാൻ. അതിനൊരു നല്ല അവസരം നമുക്ക് കിട്ടിയത്. എല്ലാവരും വന്ന് വായിക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഹരേ കൃഷ്ണ. എനിക്കറിയാം പിന്നെ എന്റെ ഈ ക്ലാസ് കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേക പ്രണാമം എന്ന് അർപ്പിക്കുന്നു. സമയം തീർന്നോ പ്രഭു? തീർന്നു അല്ലേ? ഹരേ കൃഷ്ണ. നന്നായിട്ടൊന്നും ഞാൻ സത്യം പ്രഭു എന്നെ വിളിച്ചപ്പോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു അത്യാഗ്രഹം കൊണ്ട് വന്നിരിക്കുന്നതാണ്, അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇനി പറയാൻ പറ്റുന്ന കഴിവുള്ളവരൊക്കെ ഉണ്ട്, അവരെല്ലാവരും വരണം, വന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതിൽ അറിയാൻ, ഞാൻ പറയുന്നതിൽ ആർക്കും സംശയം വരില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞേ, അതിനകത്തൊരു നമ്മുടെ പരമാവധി ഭൗതിക ഈ മെറ്റീരിയലിസ്റ്റിക് പീപ്പിൾസ് ആയിട്ടുള്ള ബന്ധം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തില് വർക്ക് ചെയ്യുന്നിടത്തായാലും നമ്മൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പൊ അതെങ്ങനെ മാജി നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും? അതായത് ഭഗവത്ഗീതയില് ഒരു ശ്ലോകം പറയുന്നുണ്ട് ഭഗവാൻ. ഒരു ശ്ലോകം എന്നല്ല, അതായത് നമ്മള് പണ്ടുള്ളവർ പറയും, പണ്ടുള്ളവർക്ക് ഒന്നും അറിഞ്ഞൂടെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ പറയും. അതായത് സംഘദോഷേ, അന്നദോഷേ, സ്പർശദോഷേ. ഇത് വാസ്തവമാണ്, നമുക്കെല്ലാം അറിയാം. നമ്മള് അപ്പൊ എന്തോ പണ്ടുള്ളവർക്ക് ഒന്നും അറിഞ്ഞൂടെങ്കിൽ, അവരൊന്നും പഠിച്ചവരല്ലെങ്കിൽ അവർ പറയും, കിട്ടവനെ തൊട്ടാ തൊണ്ണവനും. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, അത് 2-ാം അധ്യായത്തിൽ ഭഗവാൻ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടാ. എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് ഞാനത് കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയും ലക്ഷ്യം ജനങ്ങളെ ഈശ്വരൻ ഞാൻ പറഞ്ഞു തരാം. അതായത് ഭഗവാൻ ഇപ്പൊ ഞാൻ പറയാൻ എടുക്കുന്ന 2-ാം അധ്യായത്തില് ഭഗവാൻ, അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, സ്ഥിതപ്രജ്ഞനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തല്ല, അദ്ദേഹത്തിന്റെ നടപ്പങ്ങനെ ഇരിക്കും, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഭഗവാൻ പറയുന്നത്, മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന ഇന്ദ്രിയ കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ഭഗവാനിൽ ഏകാഗ്രീകരിക്കുക, എന്നിൽ അവബോധം ഉറപ്പിക്കുക, എന്നിൽ ശരണം പ്രാപിക്കുക, ഇതൊക്കെ ഭഗവാൻ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ തന്നെ പോകുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉപജീവന മാർഗം, നമ്മുടെ കുടുംബം, ആ ബന്ധനത്തിലാണ് നമ്മൾ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ജോലി ചെയ്തേ പോളൂ. അപ്പൊ ഏതെല്ലാം ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരും. അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മായയുടെ കെണിയിലാണ്. നമ്മൾക്ക് പലരെയും ആശ്രയിക്കേണ്ടി വരും, പലരും ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിനെല്ലാം ഒരു മുഖം മൂടി, ഒരു തടയിട്ടിരിക്കണം. നമ്മുടെ ബോധം നശിക്കാത്ത രീതിയിൽ നമ്മൾ അതിന് എങ്ങനെ പറ്റും?
ഭഗവാൻ പറയുന്നുണ്ട് അത് എന്നെ ആശ്രയിക്കുക. ആ ശ്ലോകങ്ങൾ ഞാൻ കുറെ എനിക്ക് അറിയായിരുന്നു, ഇപ്പം മറന്നുപോയി. അതായത് രണ്ടാം അധ്യായത്തിൽ കുറെ ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. ഒരു ഭക്തൻ, ഒരു ആള് നമ്മള് പരസ്പരം കാണുമ്പോ, ഇപ്പൊ ഡിവോട്ടീസ് ആയാൽ പോലും നമ്മൾ പരസ്പരം കാണുമ്പോ എപ്പോഴും ഭഗവാനെ പറ്റി മാത്രം സംസാരിക്കുക. അതായത് അവസാന ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജമാം ഏകം ശരണം എന്നെ മന്മനാ ഭവാ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വിഷയ. ഇപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാകുക, എന്നെ ആശ്രയിക്കുന്നു. പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ, അതായത് അർജുനൻ ചോദിക്കുന്നുണ്ട്, ഈ ഇന്ദ്രിയങ്ങളെ കീഴടക്കാൻ പറ്റില്ലല്ലോ, അത് കാറ്റിനെ തടഞ്ഞു വെക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ്. ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് അർജുനന്. കാറ്റിനെ നിയന്ത്രിക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ. അത് കുറെ ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി അതായത് ഈ പറയുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ, നമ്മളെപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ആണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ വീണു പോവുക തന്നെ ചെയ്യും. അതല്ലാതെ ഈ മായക്കാഴ്ച വീഴാതെ, അതായത് ഭൗതിക ആത്മീയതയിൽ നിന്നുകൊണ്ട് ഭൗതികത ആയിക്കൂടാന്നില്ല. പക്ഷെ ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമവും, കാമത്തിൽ നിന്ന് ക്രോധവും, ക്രോധത്തിൽ നിന്ന് ഓർമ്മപ്പിഴയും, ഓർമ്മപ്പിഴയാൽ ബുദ്ധിനാശവും, ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ്ടും നാശമടയുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ആ ഒരു 2 ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് പിന്നും പറയുന്നുണ്ട്, ആപൂര്യമാണ് അജലപ്രതിഷ്ഠ. അതായത് വിക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികൾ ഒഴുകിയെത്തുന്നത് പോലെ നമ്മളിൽ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയാണ് വേണ്ട. അല്ലാതെ ഈ ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവന് ഒരിക്കലും ഒരു ശാന്തിയും ലഭിക്കില്ല. നമുക്ക് ആരുമായിട്ട് എന്തെല്ലാം, എല്ലാവരോടും നമുക്ക് സ്നേഹമായിട്ട് പെരുമാറുമ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ സ്വപ്നം ഇതല്ല. നമുക്ക് നമ്മളിവിടെ വന്നിട്ട് ഈ മായയിൽപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഭഗവാനെ തന്നെ ആശ്രയിക്കണം. അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്ന് വിചാരിച്ചും കൊണ്ട് നമുക്ക് ആരെയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അത് ശരിയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നാരദ സൂത്രത്തിൽ അത് നന്നായിട്ട് വിവരിച്ചു തന്നിട്ടുണ്ട് ഭഗവാന്റെ. എങ്ങനെയാണ് ഒരാളായിട്ട് നമ്മൾ ഇടപെടേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ആശകൾ ഒഴിഞ്ഞ മനസ്സിനെ ശാന്തിയുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് നമ്മളെ ഈ ബന്ധനത്തിലാക്കുന്നത്. ഈശോപനിഷത്തിൽ പറയുന്നുണ്ട്, ഈശാവാസ്യങ്ങൾ. അതായത് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഇനി എത്ര കഷ്ടപ്പെട്ടാലും എന്തൊക്കെ ചെയ്താലും ഒരാൾക്ക് അനുവദിച്ചിട്ടുള്ളതിനപ്പുറം കിട്ടില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആത്മാവിന് പ്രഭുപാദർ പറയുന്നുണ്ട്, ആത്മാവിന് ആനന്ദവും വിശപ്പിന് ആഹാരവും. അതാണ് നമുക്ക് ആവശ്യം. അതിനപ്പുറം പ്രയത്നിച്ചാൽ നമ്മൾ എപ്പോഴും കുടുക്കിൽ തന്നെ. എന്തെല്ലാം കെട്ടിപ്പടുത്താലും നമ്മളെല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ ഒക്കില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതനുസരിച്ച് ഇതെല്ലാം ഈശ്വര സൃഷ്ടി, ഈശ്വരന്റെ കൈകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അർജുന നീ എന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണ്. നമ്മള് എന്തെല്ലാം ചെയ്താലും ചുടല വരെ എന്ന് പറയും. അതെല്ലാം ഇവിടെ ഉപേക്ഷിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വര സേവ. ഈ എല്ലാ വൈദിക സാഹിത്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ മനുഷ്യ ജന്മം കിട്ടിയത് ഈശ്വര സേവ ചെയ്യാനാണ്. അത് നമ്മൾ പാഴാക്കരുത്. ഇതാണ് എല്ലാ വേദഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നത്. അതനുസരിക്കുക. അല്ലാതെ അതിനപ്പുറം ഇപ്പൊ എന്നേക്കാളൊക്കെ എല്ലാവരും ബിരുദാനന്തര ബിരുദം എടുത്ത് ഒരു ഭൗതിക വിദ്യാഭ്യാസമുള്ളവരാണ്. എല്ലാവരും എല്ലാം അറിയാം. അപ്പൊ അതനുസരിച്ച് ഭക്തി അതായത് ഈ മൂന്നമാലാ സ്തോത്രത്തിൽ പറയുന്നുണ്ട്, അല്ല നിനക്ക് എന്താ സാധിക്കാത്ത ഈ ഭക്തിയായവളെ നീ ഭഗവാൻ അർപ്പിക്കുക. ആ ഭക്തിയിലൂടെ തന്നെ നമുക്ക് എല്ലാം നേടാം എന്ന് പറയുന്നു. അപ്പം ഭഗവാന്റെ ഈശ്വര സേവ ചെയ്യുക. അതിനിടയ്ക്ക് പിന്നെ നമുക്ക് വരുന്ന എല്ലാ ദോഷങ്ങളും ഗുരുമഹാരാജ് കൊണ്ട് നമുക്ക് ഭഗവാൻ നോക്കിക്കൊള്ളു. അത്രേ എനിക്ക് പറഞ്ഞു തരാൻ അറിയുള്ളൂ. പാരായണം ചെയ്യുക, എല്ലാം പഠിക്കുക ഭഗവാനെ പറ്റി. ഭഗവാനിൽ, അതായത് ദ്രൗപദിയുടെ വസ്ത്രം അഴിക്കുമ്പോൾ അങ്ങനെ എത്ര, ഈ കുരുക്ഷേത്ര യുദ്ധം തന്നെ നമുക്ക് എത്ര തെളിവാണ്. അവർക്ക് എത്ര സൈന്യബലം ഉണ്ടായിരുന്നു, അവർക്ക് എത്ര ഇതുണ്ടായിരുന്നു. ആ ഭഗവാൻ മാത്രമാണ് അവരുടെ ശക്തി, അല്ല വേറെ ഒരു ശക്തിയും അവർക്കില്ലായിരുന്നു. അത് പറയുന്നുണ്ട്. വമ്പൻ സ്രാവുകളും കൗരവരെ പറ്റി പറയുന്നത് ഇതിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എത്ര ഭീഷ്മർ എന്ന വമ്പൻ സ്രാവ് ഇങ്ങനെ കുറെ പറയുന്നുണ്ട്. എല്ലാം മറവിയാണ്, മറന്നുപോയി. അപ്പൊ ഇവരൊക്കെ ഉണ്ടായിരുന്നിട്ട് നിഷ്പ്രയാസമാണ് ഭഗവാൻ പാണ്ഡവർ ജയിച്ചു വരുന്നത്. എന്തുകൊണ്ട്? ഭഗവാനെ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണ്.
ഭഗവാനെ ആശ്രയിക്കുന്ന നമ്മൾ പറയും ഭഗവാനില്ലേ ഭഗവാനില്ലേ എന്ന് ചോദിച്ചാല് എപ്പോഴും ഭഗവാനെ ആശ്രയിച്ചാലെന്ന്. അതായത് ദ്രൗപദി ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്തുന്ന സമയത്ത് ഭഗവാന്റെ മുഖം വാടുന്നു. അപ്പൊ രുക്മിണി ദേവി പറയും ഒരു ഭക്തന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോൾ മാത്രമേ ഭഗവാന്റെ മുഖം വാടുള്ളൂ. അപ്പൊ രുക്മിണി ദേവിക്ക് മനസ്സിലാകും എന്താണ് ഇങ്ങനെ ഭഗവാന്റെ മുഖം വാടിയില്ല, അപ്പൊ എന്ത് സംഭവിച്ചെന്നിരിക്കും. അപ്പോ ഭഗവാൻ പറയും ദ്രൗപദിയുടെ വസ്ത്രം അഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പൊ രുക്മിണി ദേവി എന്താ മിണ്ടാതിരിക്കുന്നത്? അപ്പൊ ഭഗവാൻ പറയും ദ്രൗപദി അതിശക്തമായി പല്ലും നഖവും ഉപയോഗിച്ച് തടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്നോട് ആവശ്യപ്പെടുന്നില്ല. അതാ പറയുന്നത്, അതാ ആവശ്യപ്പെടുന്നില്ല. അവസാനം എല്ലാ ആശ്രയം അറ്റ് കഴിയുമ്പോൾ ദ്രൗപദി കൃഷ്ണ എന്ന് വിളിക്കും. അപ്പൊ ഭഗവാൻ അസ്ത്രമായി പോവുകയാണ്. അതുപോലെ നമ്മളെ ഏത് ആപത്ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞില്ലേ യമലോകത്ത് നീ എന്തിനാണ് ഈ ഭഗവാനുള്ളപ്പോ നീ എന്തിനു ഭയക്കുന്നു പറഞ്ഞ ആ ശ്ലോകം കേട്ടില്ലേ? നമ്മൾ ഭഗവാനെ ആശ്രയിക്കുക, അതല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് പല വേഷങ്ങൾ കെട്ടിയാണ് നമ്മളിവിടെ ഓരോരുത്തരും പോകുന്നത്. പണ്ടുള്ളവർ പറഞ്ഞു ഒരു ചാൺ വയറ്, ഇന്ന് ഒരു ചാൺ വയറ്റിനാണോ ആരും കഷ്ടപ്പെടുന്നത്? ആളുകൾ കഷ്ടപ്പെടുന്നത് മണിമാളിക, സുഖഭോഗങ്ങൾ, എന്തെല്ലാം സുഖഭോഗങ്ങൾ. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ദുഃഖം കഴിയില്ല. ആ സമയത്തും ഭഗവാൻ വരട്ടെ നമ്മളോടൊപ്പം. ഹരേ കൃഷ്ണ, ഹരിബോൽ. ഒരു ചോദ്യങ്ങൾ ഹരേ കൃഷ്ണ. ശരി, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, വളരെ നല്ല ക്ലാസ് എടുത്തതിന് വളരെ നന്ദി മാതാജി. ഹരേ കൃഷ്ണ. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. എല്ലാം മറവിയാണ്. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞു പ്രഭുവിനോട് എനിക്ക് ഹരിബോൽ. ഹരേ കൃഷ്ണ. പ്രഭു ദർശനം കൊടുക്കണം. പ്രഭു जय जगन्नाथ बलदेव सुभद्रा रानी की जय। ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ? ക്ലോസ് ചെയ്യണം.